മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ മുരളി ഗോപിയുടെ സ്ക്രിപ്റ്റ് ആവുന്ന സമയത്ത് നമുക്ക് ഊഹിക്കാമല്ലോ, കേരളത്തിലെ പ്രസന്റ് അതായത് കറണ്ട് ടൈമിലെ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിനെ നല്ല രീതിയിൽ എടുത്തു കൊട്ടുന്നുണ്ട്. നല്ല പൊളിറ്റിക്കൽ ഡയലോഗ്സ് ഉള്ള സിനിമ കൂടിയാണ്. ഈ സിനിമയിൽ സുരാജ് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, 543 വിഭവങ്ങളുള്ള ഒരു സദ്യയിലേക്ക് വെറും 20 കറിവേപ്പില മാത്രം ഇട്ട് കൊടുക്കുന്ന സംസ്ഥാനമാണ് കേരളം എന്ന്. യജാതി ഡയലോഗ്. അത് നമ്മൾ റീതിങ്ക് ചെയ്യുന്ന സമയത്താണ് അതിന്റെ ഒരു ഇമ്പാക്ട് മനസ്സിലാകുന്നത്. ഇങ്ങനെ ഒരുപാട് പൊളിറ്റിക്കൽ ഡയലോഗ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ഫോറിൻ ആക്ടേഴ്സിന്റെ പെർഫോമൻസ് ഒക്കെ ഗംഭീരമായിരുന്നു. അതായത് ഇംഗ്ലീഷുകാരും ആഫ്രിക്കക്കാരൊക്കെ നല്ല കാട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അവസാനം ഒരു ചൈനക്കാരൻ മാമൻ വന്ന് തൂക്കി അടിച്ചിട്ട് പോയിട്ടുണ്ട്. ഇനി ഫൈറ്റ് നടക്കാൻ വേണ്ടി പോകുന്നത് ഖുറേഷിയുടെ ഗാങ്ങും അതുപോലെ തന്നെ ഷൻ ഗാങ്ങും കൂടിയാണ്. അതാണ് ഈ പടത്തിന്റെ L3 ഹിന്റ് എന്ന് പറയുന്നത്. അതാണ് അടി നടക്കാൻ വേണ്ടി പോകുന്നത് ചൈനക്കാരുമായിട്ടുള്ള അടിയാണ്. അതായത് ഇനി പടം ചൈനയിലാണ്. സോ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക. ഒരു വല്ലാത്തെന്നല്ല, ഗംഭീരമായിട്ടുള്ള തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആണ് എമ്പുരാൻ എന്ന് പറയുന്നത്. ശരിക്കും ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ലാലേട്ടന്റെ സ്ക്രീനിൽ കണ്ടിട്ട് ഇമാതിരി ഒരു ആവേശം തോന്നിയത്. ഒരുപാട് നാൾക്ക് ശേഷമാണ്. സോ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക. അന്യായമായിട്ടുള്ളൊരു പടം, ഹെവി പടം, വലിയ പടം. അതാണ് എമ്പുരാൻ എന്ന് പറയുന്നത്. ഓൾ ക്രെഡിറ്റ്സ് ഗോസ് ടു റൈറ്ററും അതുപോലെ തന്നെ ഫിലിം മേക്കർ, ഡയറക്ടർ. അത് കാരണം അതിലേതെങ്കിലും ഒന്ന് വീക്കായി കഴിഞ്ഞാൽ ചിലപ്പോൾ പടം മൊത്തത്തിൽ വീക്കായി പോകും. കിടിലം സ്ക്രിപ്റ്റ്, കിടിലം മേക്കിങ്, അതുപോലെ തന്നെ ഗംഭീരമായിട്ടുള്ള പെർഫോമൻസും. ഇതാണ് എമ്പുരാൻ. ഈ പടം എനിക്ക് തോന്നുന്നു ഞാൻ ഒന്നുകൂടി കാണേണ്ടി വരും തോന്നുന്നു. അത്രയ്ക്കുണ്ട്. ഹെവി കിടിലം പടം.